ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഈദ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈദ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. ആക്ച്വലി ഇന്ന് ഈദാണ് UAE. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് പിന്നെ ഈദിൻ്റെ പുള്ളിൻ്റെ വീട്ടിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഈദിലും പുള്ളിൻ്റെ വീട്ടിലായിരിക്കും നമ്മൾ ഈദ് ആഘോഷിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ ഈ വർഷവും പുള്ളി നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത് വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും നമ്മൾ അവിടേക്ക് തന്നെയാണ് ഈദ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തായാലും ഈദിന് പോലെ അപ്പോൾ നമുക്കൊരു ഈദ് വ്ളോഗ് ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ആക്ച്വലി ഞാൻ ഓൾറെഡി റെഡി ആയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഞാൻ റെഡി ആകുന്ന തൊട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കുർത്തയാണ് ഇടുന്നത്. അപ്പോൾ അത് കുർത്തി ഒന്ന് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അയൺ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയത്തില്ലാത്തവരുണ്ട് എങ്കിൽ അവരും കൂടി അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഏത് ക്ലോത്ത് അയൺ ചെയ്യുമ്പോഴും മറച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമാണ് അയൺ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് നമ്മുടെ പുറം ഭാഗം അയൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോത്തിൻ്റെ കളർ ഫെയ്ഡ് ആവാനും പെട്ടെന്ന് നരച്ച് ഡ്രസ്സ് ചീത്തയായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കളർ ഫെയ്ഡ് ആവാതിരിക്കാനായിട്ടാണ് ഡ്രസ്സ് തിരിച്ചിട്ടതിന് ശേഷം അകത്ത് അയൺ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രസ്സ് ക്യുക്കായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഞാൻ ഈ ഡ്രസ്സിന്ന് ഫുള്ള് കാണിച്ചതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ എടുക്കുന്നത് ഹിമാലയൻ്റെ അലോവേര ജെല്ല് മോയ്സ്ചറൈസറാണ്. അതാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. ആക്ച്വലി എനിക്ക് ക്യാമറയിലേക്ക് തന്നെ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇടയ്ക്ക് എനിക്ക് കണ്ണാടിയും കൂടെ വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൈഡിൽ ക്യാമറയും ഈ ഫ്രണ്ടിൽ കണ്ണാടിയായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ഇടയ്ക്ക് ഇവിടെയും പറയാം. ഓക്കെ, അടുത്തത് നമ്മൾ ആസ് യൂഷ്വൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഫെയർ ആൻഡ് ലവ്ലി. ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം എന്താ പറയുക, സയൻറ്റിഫിക്കലി ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ചെറിയൊരു എന്താ പറയുക, സൺസ്ക്രീൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇടുമ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അതിട്ട് കഴിയുമ്പോൾ മുഖത്ത് ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഉപയോഗിക്കുമെന്നൊന്നും മാത്രം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. പിരികം ത്രെഡ് ചെയ്യാനായി ഗൈസ്. അപ്പം ഞാൻ ത്രെഡ് ചെയ്താൽ മാത്രമേ പിരികം എഴുതാറുള്ളൂ. അപ്പം ജസ്റ്റ് മെല്ലെ ഒന്ന് കോംബ് ചെയ്ത് ഒതുക്കി വെച്ചിട്ടേ ഉള്ളൂ. ത്രെഡ് ചെയ്തതിന് ശേഷം വേണം വൃത്തിയായിട്ട് എഴുതാൻ, കണ്ടെഴുതാൻ. ഇനി നമ്മൾ എന്താ ചെയ്യാം, പൗഡർ ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം.
there, guys. ലിപ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. മൂടി ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. മുടി ജസ്റ്റ് ഞാൻ മറ്റേ ഈ സാധനം കിട്ടിയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. റെഡി ആയതിൻ്റെ പട്ടിഷയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയത് ടീച്ചാൻ കാരണമാണ് നമ്മൾ ലേറ്റ് ആയത്. പുള്ളി എവിടേക്ക് പോയി കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് വന്ന് പുള്ളി ജോലി ചെയ്തതിലേക്ക് സമയമായി. പിന്നെ നമ്മൾ ബേക്കറിയിലൊക്കെ പോയി അവർക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച്, ഈദല്ലേ സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് നമ്മൾ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഓൾറെഡി 2 മണിയാകാനായി. നമ്മൾ 2 മണിക്ക് ആകുമ്പോൾ എങ്കിലും അവിടെ എത്തണം എന്ന് വിചാരിക്കും. Mr. Driver is driving the car. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. പിന്നെ കുറച്ച് നേരം നമ്മളെല്ലാവരുടെയും ഇരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പെരുന്നാളിന്റെ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക്